അങ്ങനെ 2 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഓട്ടം കിട്ടി. നമുക്കിപ്പോൾ നേരെ പെരിന്തൽമണ്ണയ്ക്കാണ് ഓട്ടം കിട്ടിയത്. പെരിന്തൽമണ്ണ ഒരു അമ്പലത്തിലോട്ട് പോകാനാണ്. ഈ ഭദ്ര അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 പേരെ കൊണ്ട് നേരെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയാണ്. പോകുന്ന വഴിക്കുള്ള വീഡിയോ ഒന്നും നമ്മൾ ഒത്തിരി അധികം എടുത്തില്ല. കുറച്ച് നേരം അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നേരെ ഇറങ്ങി വന്നു, നേരെ വണ്ടി കയറി. അതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ ചെന്നിട്ടുള്ള ഷൂട്ട്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിരാവിലെ വന്നുകൊണ്ടാണോ എന്നറിയാൻ പാടില്ല. ചെറുതായിട്ട് ഉറക്കം വന്നുകൊണ്ട് നേരെ പാർക്കിംഗ് കൊണ്ടായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കിടന്നുറങ്ങിയപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി അധികം വന്നതുകൊണ്ട് ചായക്കടയിൽ പോയി കുറച്ച് ചായയും കടിയും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വിശപ്പടങ്ങാതിരുന്നപ്പോൾ ഒരു പഴവും വെള്ളവും മേടിച്ച് ആ വിശപ്പങ്ങ് അടക്കി കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ഉറക്കം പോയത് കൊണ്ട് കുറച്ച് നേരം അമ്പലമൊക്കെ ചുറ്റിക്കണ്ടിങ്ങനെ നടക്കാൻ വിചാരിച്ചു. നല്ല കലശം. അങ്ങനെ കുറച്ച് നേരം ചുറ്റിക്കണ്ടിങ്ങനെ നടന്നു. അമ്മ ചുറ്റിക്കണ്ട് നടന്നങ്ങ് കുറച്ച് സന്തോഷിപ്പിച്ചേക്കും. മഴ വന്നങ്ങ് നശിപ്പിച്ച്. പിന്നെ മഴ കയറി ഇങ്ങനെ ഒതുങ്ങി വണ്ടിയിലിരുന്നപ്പോഴത്തേക്കും അവർ വിളിച്ചിട്ട് പറഞ്ഞു ദേ എത്തി. അങ്ങനെ അവരെ കൊണ്ടുവരാൻ വേണ്ടി നേരെ പുറത്തോട്ടെടുത്ത് അവരെ കയറ്റി നേരെ തിരിച്ച് തൃശ്ശൂർക്ക്. അങ്ങനെ ആ പരിപാടി അതോടെ കഴിഞ്ഞു. വണ്ടി എടുത്ത് നേരെ പുറത്ത് പോയി നേരെ എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ വിചാരിച്ചു. കുറച്ച് നേരം കിടന്നുറങ്ങണമല്ലോ. അതേതാണല്ലോ, ഒരുപാട് നേരം നീണ്ടുവന്നില്ല. ഉറക്കം കഴിഞ്ഞു, അടുത്ത ഓട്ടം വന്നു. അപ്പോൾ ക്രിസ്റ്റ എടുത്ത് നമുക്ക് നേരെ പോകേണ്ടത് നമുക്ക് ടൗണിൽ നിന്ന് 2 പേരെ കൊടകര കൊണ്ടുവിടുന്നത്. ഡ്രോപ്പാണ്, കൊണ്ടുവിടുക, തിരിച്ചു വരിക. കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പെട്ടെന്ന് ഇങ്ങനെ പോകാമെന്ന് വെച്ചാൽ ആമ്പല്ലൂരിൽ നമുക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമ്മളവിടെ ചെന്ന് ഡീസലൊക്കെ അടിച്ച് ഫുൾ ടാങ്കാക്കി നേരെ വീട്ടിലൂടെ. അപ്പോൾ ഓക്കെ, നാളെ കാണാം.